പറയാനുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നോക്കൂ, ആ, ഇന്നിപ്പോൾ വലിയ നിലയിൽ ഒരു ആ, പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. എന്താണോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അജണ്ടയായി BJP നിശ്ചയിച്ചിട്ടുള്ളത്, ആ അജണ്ട പൂർവാധികം ഭംഗിയോടുകൂടി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റ്? പ്രാണപ്രതിഷ്ഠ നടത്തിയത് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിൽ തുടരാനുള്ള BJP-യുടെയും സംഘപരിവാറിന്റെയും നീക്കങ്ങൾ അത് പ്രായോഗികമായി വിജയിക്കുമെന്ന് കരുതുന്നവരെല്ലാം ഞങ്ങൾ. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. അപ്പൊ വോട്ടാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ BJP അവരുടെ ഒരു ആയുധമാണ് എക്കാലത്തും ഈ മതത്തെയും അതുപോലെ വിശ്വാസത്തെയും അതിനെ വോട്ടാക്കി മാറ്റിയാണ്. അതിലൂടെ മാത്രമേ അവർക്ക് ഈ രാജ്യത്ത് അധികാരം പിടിക്കാൻ പറ്റുന്നത്. നോക്കൂ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നമ്മൾ വിചാരിക്കുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്കാണ് BJP ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ നരേന്ദ്രമോദിയെ നമ്മൾ ടെലിവിഷൻ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുള്ളത് ഒരു രാജാവിനെ പോലെ. സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ മുഖ്യ യജമാനൻ സ്ഥാനം, ഒരു രാഷ്ട്രത്തിൻ്റെയും തലവന്മാർ വഹിക്കുന്ന പദവിയല്ലാതെ. അപ്പോൾ ഒരു രാജാവിനെ പോലെ ഇന്നിപ്പോൾ അങ്ങനെയുള്ള പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഛത്രപതി ശിവജിയാണ് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ്, ട്രഷറർ, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ്. നോക്കൂ, ആ നിലയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ യോഗി ആദിത്യനാഥ് പറയുന്നത് ത്രേതായുഗത്തിലേക്ക് തിരിച്ചുപോയി എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ രാമനെ ഓർക്കുന്നു എന്ന് മാത്രമല്ല, അത് രാമനെ 500 വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുവന്ന BJP-യെയാണ് അവർ ഉറ്റുനോക്കുന്നത് എന്നുള്ള പ്രശ്നം നിങ്ങളുടെ മുന്നിൽ ഇല്ലേ ശ്രീ കൊടിക്കുന്നിൽ? ഇതിനെ രണ്ടായിട്ട് കാണണം. കാരണം പ്രാണപ്രതിഷ്ഠയും ശ്രീരാമക്ഷേത്ര നിർമ്മാണവും അതുപോലെ തന്നെ BJP അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ ഇത്തരത്തിലുള്ള അവരുടെ നീക്കങ്ങൾ രണ്ടായിട്ട് കാണണം. ഞങ്ങൾ ഇപ്പോൾ BJP പാർലമെന്റ് മന്ദിരം, ആ പാർലമെന്റ് മന്ദിരം പണിതപ്പോൾ അവിടെ രാഷ്ട്രപതിയെ പോലും പങ്കെടുപ്പിക്കാതെ, ഇന്ത്യയുടെ ഒന്നാം പ്രഥമ പൗരയെ പോലും പങ്കെടുപ്പിക്കാതെ എല്ലാം ഒരു യജമാനൻ മട്ടില് നരേന്ദ്രമോദിയാണ് അവർ പറ്റിയത്. അവിടെ ലോക്സഭയിൽ ശങ്കോൾ സ്ഥാപിച്ചതാര, അതും നരേന്ദ്രമോദിയാണ്. അവിടെ ഭൂമി പൂജ നടത്തുന്നത് അതും നരേന്ദ്രമോദിയാണ്. അത് ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതിയെ പോലും ക്ഷണിക്കാതെ, ഒരു ചടങ്ങിൽ ക്ഷണിക്കാതെ അതും ചെയ്ത നരേന്ദ്രമോദി. അങ്ങനെ ഒരു നരേന്ദ്രമോദിയെ ഒരു യജമാനായിട്ടോ പ്രഭുവായിട്ടോ അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ടോ ഉയർത്തി കാണിച്ച് BJP അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ഈ അധികാരം ഉപയോഗിക്കുകയാണ്. അത് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എങ്ങനെ ജനങ്ങൾ, ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും നരേന്ദ്രമോദിയും BJP ഗവൺമെന്റ് കാണിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ്, ഇത്തരത്തിലുള്ള മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയവൽക്കരിക്കുന്നത് എല്ലാവരും അതിനെ അനുകൂലിക്കുന്നവരല്ലെന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതേസമയം തന്നെ AICC-യുടെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഭാരത് ന്യായ് ജോഡോ യാത്ര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധിക്ക് ഇന്നിപ്പോൾ ദർദാവ ക്ഷേത്രം, അസമിലെ 15ാം നൂറ്റാണ്ടിലെ വൈഷ്ണവൈറ്റ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോലുള്ള അനുമതി നൽകിയിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്നത് സംബന്ധിച്ചും നല്ല വ്യക്തത ശ്രീ കൊടുക്കുന്നില്ല അങ്ങേക്കും അങ്ങയുടെ പാർട്ടിക്കും ഉണ്ടോ? ഹിന്ദു മതവിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ ആരാധനാലയങ്ങളെല്ലാം BJP അവരുടെ കുത്തകയാക്കാൻ ശ്രമിക്കുന്നു. സംഘപരിവാർ അവരുടെ മാത്രം നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു. അവരല്ലാതെ വേറെ ആരും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. അവരല്ലാതെ ആരും ഒരു ക്ഷേത്രത്തിലും അതിന്റെ ഭരണത്തിലോ അതിന്റെ നേതൃത്വത്തിലോ വരാൻ പാടില്ലെന്നൊക്കെയുള്ള ഒരു സംഘപരിവാറിന്റെ അജണ്ടയാണ് രാഹുൽ ഗാന്ധിയെ അവർ തടഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോകുന്ന അവര് എന്ത് വില കൊടുത്തും അവരെ എതിർക്കുന്നു എന്നുള്ളത്. കാരണം ഇതിന്റെ ഒരു ഹോൾസെയിൽ ഞങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം പോയാൽ മതി, രാഹുൽ ഗാന്ധി പോകാൻ പാടില്ല, ഖാർഗെ പോകാൻ പാടില്ല, മറ്റാരും പോകാൻ പാടില്ല. ഇത് ഞങ്ങളുടെ മാത്രം ഒരു സാമ്രാജ്യമാണെന്നുള്ള രീതിയിലുള്ള ഒരു ശൈലിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഹിന്ദു ആചാരത്തെ അതിന്റെ മൂല്യങ്ങളെ എല്ലാം ഉയർത്തിപ്പിടിക്കുന്നവരും എല്ലാം അതനുസരിച്ച് പോകുന്നവരുമാണ്. അതുകൊണ്ട് BJP ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരണം നടത്തി അവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരുപക്ഷെ അതൊന്നും എക്കാലവും നിലനിൽക്കില്ല എന്നുള്ളത് ഈ ശരി, വ്യക്തമാണ്. വളരെ നന്ദി അവസരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു